എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതായിട്ട് കാണുന്നേ. നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും നമുക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിനപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് കിണുകിണ അടിച്ച് വെക്കുക. നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ടപടപ്പായി എത്തും. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം പടപടയെന്ന് കാണാനും പറ്റും. അതോടൊപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ കമൻറ്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റായിട്ട് ഇടുക. കുറഞ്ഞ പക്ഷം ഒരു ലൈക്ക് കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റായിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. അപ്പോൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം നിങ്ങളൊരു കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടികൾ തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാൻ കൂടുതൽ ലാഗടിപ്പിച്ച് കുളവാകുന്നില്ല. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ മുതലായ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറിയാലും അതിനകത്തെല്ലാം കുറച്ച് ദിവസം കൊണ്ട് എമ്പുരാൻ ഇത് മാത്രമേ അതിനകത്ത് സാധിക്കുന്നുള്ളൂ. ഇത് കണ്ട് എനിക്ക് പ്രാന്തായി. അങ്ങനെ പ്രാന്തായ സാഹചര്യത്തിൽ എനിക്ക് വന്ന പ്രാന്ത് നിങ്ങൾക്കും കൂടെ തരാമെന്ന് വിചാരിച്ചു. ഈ പടത്തിനെക്കുറിച്ച് നമുക്കുള്ള എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ ആ ഹൈ ആയിട്ടുള്ള സാധനമാണ് ഞാൻ നിങ്ങളിലേക്ക് തരാൻ പോകുന്നത്. ഈ പൃഥ്വിരാജ് ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം എടുത്തിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പൃഥ്വിരാജ് പറഞ്ഞ സാധനങ്ങൾ ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് കേട്ട് അത് ഹിന്ദിയാണല്ലോ, വി ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ് പറ. The acceptance and the anticipation and the excitement ever since the acceptance, anticipatory bail അല്ലേ? എന്താണിത്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ticket booking has opened is actually caught all of us by surprise. I mean, we were അതായത് ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ റെക്കോർഡ് തിരിഞ്ഞത് കണ്ടിട്ട് ഞാനും അന്തം വിട്ട് കുന്തം പിടിച്ച് നിന്നാണ് നമ്മുടെ പൃഥ്വിരാജ് പറയുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരൻ മാത്രമല്ല, ബുക്ക് മൈ ഷോയുടെ കിളിപേറിയിരിക്കുകയാണ്. ബാക്കി പറ. We were confident and we were expecting, people were excited and the ticket bookings would be good. But this is truly beyond all our imagination. So thank you so much. And I really hope and pray on the 27th of March, you will go to the theatres with your family and your friends and you will really enjoy what you're seeing. And only if this becomes a big hit can I make part 3 like Dil Raju Garu said. അതെ, അപ്പോൾ അതാണ് പറയുന്നത്. ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് കണ്ടിട്ട് നമ്മുടെ എല്ലാം കണ്ണു തള്ളിപ്പോൾ ഇത്രയും വലിയൊരു വരവേൽപ്പ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് വലിയ വിജയമാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത 3യിലേക്ക് കിടക്കുമായിട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ രാജുവേട്ടൻ ഈ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് പൃഥ്വിരാജോ ആൻ്റണി പെരുമ്പാവൂരോ ലാലേട്ടനോ എങ്ങും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരിടത്തും ഇവർ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ 100 കോടി മുടക്കിയിട്ടുണ്ട്, 150 കോടി മുടക്കിയിട്ടുണ്ട് എന്നിവർ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ ഈ ബഡ്ജറ്റിനെ കുറിച്ച് ഹൈദരാബാദിൽ പോയി സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. Yes, yeah. Actually, Malayalam films are based on content. Yeah. They are not very much particular. They are not particular about the budget. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും മനസ്സിലാകാത്ത നമ്മുടെ മറ്റേ 2 സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ ഞാൻ പറയുന്നത്. അതായത് ഈ മലയാള സിനിമകൾ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും നമ്മുടെ സിനിമകളൊന്നും ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സിനിമ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടല്ലേ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അതിന് പൃഥ്വിരാജ് പറയാമെന്ന് ഉത്തരം കേട്ടിട്ട് പറയാം. But this film is based on budget. No, not at all. This is also based on content only. Okay. Yeah, the content is expensive, that's all. But the last അതായത് ഈ പടവും ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ കണ്ടന്റ് കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ കണ്ടന്റ് വളരെ ചിലവേറിയതാണ്. ഇതാണ് സംഭവം. നിങ്ങൾക്കറിയാം, എനിക്കറിയാം. എന്നാലും ഞാൻ ചുമ്മാ തർജ്ജമ ചെയ്യുന്നുള്ളൂ എൻ്റെ ഒരു സമാധാനത്തിന്. the last 4 years, if we saw in Malayalam, only 1 or 2 big budget films only hit the box office. Big budget. അതായത് നമ്മുടെ പൃഥ്വിരാജിന് പോലും മനസ്സിലാത്ത സാധനം എനിക്ക് മനസ്സിലായത്. അതായത് മലയാളത്തിൽ ഹൈ ബഡ്ജറ്റ് സിനിമകൾ ഒരുപാടുണ്ട്. പക്ഷേ ആ ഹൈ ബഡ്ജറ്റ് സിനിമകളിൽ 1-2 സിനിമകൾ മാത്രമേ ഹിറ്റായിട്ടുള്ളൂ. ബാക്കി പറയാൻ വരുന്നതും പറയും. നമ്മളും ഇല്ലുമിനാറ്റി ആണല്ലോ. അതായത് പക്ഷേ ചെറിയ പടങ്ങളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. ബേസിക്കലി പറയുന്നത് വലിയ പടങ്ങൾ ഇറക്കുന്നതെല്ലാം പൊട്ടുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ പടം പൊട്ടുവോ ജയിക്കുവോ? ഇതാണ് അണ്ണൻ ചോദിക്കുന്ന ചോദ്യം. Only hit in the market. Okay, yes. Only 1 or 2. Correct. All big budget films. Yes. All small films are worked very well. Okay. So what you will think about this scenario? So what is working in മുഖത്ത് നോക്കി നിന്റെ പടം ഹിറ്റാവോടെ എന്ന് ചോദിച്ച പോലെയാണ് ആ മാധ്യമപ്രവർത്തനം ചോദിച്ചിരിക്കുന്നത്. അതിന് പുള്ളിക്കാരൻ പറയുന്ന ആൻസർ കേൾക്കാം.
box office is not big or small budgets, it's good or bad films. As far as I'm concerned, there are only two types of films: good films, bad films. Everything else is secondary. I hope I have made a good film. This particular good film just happens to be a very expensive good film. ഓ യാ ഞാനത് ഓർക്കുന്നു. അതായത് പുള്ളിക്കാരൻ പറയുന്നത് സിനിമ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് നല്ല സിനിമ, രണ്ട് ചീത്ത സിനിമ. ഇതൊരു നല്ല സിനിമയാണ്, പക്ഷേ ഭയങ്കര ബഡ്ജറ്റ് വന്ന ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ചിത്രം. అండి వాళ్ళ ఇద్దరు కాంబినేషన్లో వస్తున్న హ్యాట్రిక్ ఫిలిం పృథ్వీ గారిది. వస్తున్న హ్యాట్రిక్ ఫిలిం వస్తున్న కొళ్ళండి వస్తున్న థర్డ్ ఫిలిం వాళ్ళ కాంబినేషన్లో. సో ఎన్నో జాగ్రత్త రకమలేషన్లో స్మిరగల మగ్గురబల తీసుకొని హ్యాట్రిక్ కొట్టాలని ట్రై చేస్తారు కాబట్టి ఎన్నో జాగ్రత్త ఇంద్ర కాబట్టి యుల్ గెట్ రెడీ. ఆ 150 ట్రై చేస్తానల్ల ఇదಕ್ಕೆ ఎంత సాధనం క్రోడ్స్ ఏదైతే నేను అనౌన్స్ చేశానో 300 కోట్లు కలెక్ట్ చేస్తే నేను ఎక్స్పెక్ట్ చేస్తున్నాను నే అనన్న వేస్తాను వరల్డ్ వైడ్గా. సార్ మోహన్ లాల్ గారు, సార్ నేనే എസ്തന്നി ഈസ്മറൈ ഇന്ത്യൻ്റെ ബല ഇന്ദുല ബല സിന്ദർബല ഇന്ദുല ബല. നമുക്ക് ബാക്കിയേക്കാം ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. Sir, first and foremost, we have never announced the budget of this film. Yeah, we have never said anywhere that this film has cost this much money, right? So my take about the whole budget scenario is, when you see this film, what you think is the budget of the film. And I'm going to put a challenge out there. Your guess will be more than the actual budget, and that is Malayalam cinema. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇത്രയാണ് എന്ന് നമ്മളെങ്ങും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മോഹൻലാലോ അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഈ സിനിമ 100 കോടി മുതൽ മുടക്കിൽ വരുന്ന പടമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ബ്രഹ്മാണ്ഡ ചിത്രം, വലിയ ചിലവിൽ വരുന്നതെന്ന് നമുക്കറിയാം, പക്ഷേ എത്രയാണ് ഈ ചിലവെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന്. അതാണ് അതിൻ്റെ ബഡ്ജറ്റ് നിങ്ങളങ്ങ് വിചാരിച്ചോ. പക്ഷേ അതിനെക്കാട്ടിലും ഒരുപാട് താഴെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. അതാണടാ മലയാള സിനിമ. ഇതാണ് പൃഥ്വിരാജ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി ഇങ്ങനെ പറയാനുള്ള സാധനം എനിക്ക് തോന്നിയത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സംഭവിക്കുന്നത്, എല്ലാ മാസവും പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നിട്ട് ഈ മലയാളത്തിൽ ഇത്തവണ ഇറങ്ങിയത് 11 പടങ്ങളാണ്. ആ 11 പടങ്ങളിൽ 2 പടം ഒഴികെ ബാക്കിയെല്ലാം പൊട്ടി. ഈ 2 പടവും പൊട്ടി, പക്ഷേ ഇത് കളക്ഷനോട് കുറച്ച് അടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമ എല്ലാം ഊളയാണ്, ഇവിടെ ഒരു പടത്തിന് ലാഭം കിട്ടുന്നില്ല, എല്ലാവരും പൂട്ടിപ്പറക്കി വീട്ടിൽ പോടെ എന്നാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് ഇത്രയാണെന്ന് പറഞ്ഞാൽ ഇവർ നാളെ വന്നിട്ട് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് 100 കോടി, കിട്ടിയത് 52 കോടി, പടം നഷ്ടം എന്ന് പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാവാം പുള്ളിക്കാരൻ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് എങ്ങും സബ്മിറ്റ് ചെയ്യാത്തത്. ഇനി മറ്റൊരു കാര്യം നോക്കുമ്പോഴത്തേനും ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നിരുന്ന കളക്ഷൻ പറയുന്നത് കേരളത്തിൽ നിന്നും തിയേറ്ററിൽ നിന്ന് ഓടിയ എമൗണ്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ എമൗണ്ട് മാത്രമാണ് ഈ പറയുന്നത്. വിദേശത്ത് ഓടിയ എമൗണ്ടുകൾ പറയുന്നില്ല, കേരളത്തിന് പുറത്ത് ഓടിയ എമൗണ്ടുകൾ പറയുന്നില്ല, ഇതിൻ്റെ മ്യൂസിക് റൈറ്റ്സ് പറയുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് പറയുന്നില്ല, സാറ്റലൈറ്റ് വാല്യൂ പറയുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. തിയേറ്ററിൽ ഓടി കിട്ടി അവർക്ക് കിട്ടുന്ന ഷെയറിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതായത് നഷ്ടമാണെന്ന് വരുത്തി തീർക്കണം, അതായത് നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കണം. ഇതാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആവശ്യം. അതിന് പിടികൊടുക്കാതിരിക്കാനുള്ള ഒരു വഴുതിപ്പോക്കാണോ ഇതെന്നൊരു സംശയമുണ്ട്. ഇനി നമ്മൾ ഈ പടത്തിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് പൃഥ്വിരാജ് ആകെ പുറത്ത് വിട്ടൊരു സാധനം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പൃഥ്വിരാജ് പറയുന്നത്, if we had made rupees 100 crore budget and spent 80 crore on remuneration. അതായത് നമ്മൾ 100 കോടി ബഡ്ജറ്റ് ഇട്ടൊരു പടമായാണ്, അതിൽ 80 കോടി നമ്മൾ റെമ്യൂണറേഷന് വേണ്ടി കൊടുത്തു എന്ന് വെക്കുക. മേക്കിംഗ് ദ ഫിലിം വിത്ത് ജസ്റ്റ് 20 crore വുഡ് ബി ഹാവ് ബീൻ ഇമ്പോസിബിൾ. അതായത് 80 കോടി അവർക്ക് കൊടുത്തിട്ട് 100 കോടിയുടെ ബാക്കി 20 കോടിയിൽ ഈ പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നകരമാണ്, വളരെ പ്രയാസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പടത്തിൻ്റെ ഫുൾ എമൗണ്ടും ഇതിൻ്റെ മേക്കിങ്ങിന് വേണ്ടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, റെമ്യൂണറേഷന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടില്ല. അതായത് പടം ക്വാളിറ്റി പടമാണെന്നാണ് എന്നെ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഈ കാര്യത്തേക്കൊരു കുറിച്ച് വരുമ്പോഴത്തേനും ഈ പൃഥ്വിരാജിൻ്റെ ശമ്പളം എത്രയാണ്, ലാലേട്ടൻ്റെ ശമ്പളം, ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിക്കുന്നത്. അവരെത്ര മേടിച്ചെന്ന് നമുക്ക് നോക്കാം. Mohanlal sir and I, the moment we finished the first narration of the script, both of us were very aware that something like this is unheard of in Malayalam in terms of the scale, the canvas and everything. ക്യാൻവാസ് എന്തുവാ? പടം വരയ്ക്കുന്ന ക്യാൻവാസ് അറിയാം. ഈ പറഞ്ഞ ക്യാൻവാസ് എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതായത് പുള്ളിക്കാരൻ പറയുന്നത് ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്കറിയായിരുന്നു ഇതൊരു വലിയ സംഭവം സെറ്റപ്പ് സാധനമാണെന്നുള്ളത് അറിയായിരുന്നു. And I was half expecting sir to tell me, son, you have dreamt too big this time, so let us think of something else.
അതായത് ഈ പടം കൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ വിചാരിച്ചത് ലാലേട്ടൻ പറയുമെന്ന്, മോനെ ഇതൊരു വലിയ അതിമോഹമല്ല മോനെ, ഇത്രയും വലിയ ആവശ്യം നമുക്കില്ല മോനെ, പോയിട്ട് അടുത്ത പടം കൊണ്ട് മോനെ എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്, ഇത് ലാലേട്ടൻ പറയുമെന്ന്. പക്ഷെ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. But it is only because of his confidence. He is the one who told me, whatever you want, let's do this. It's only because അപ്പം ലാലേട്ടൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യണം, ഇത് എന്ത് സംഭവിച്ചാലും നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത് ചെയ്യണം, നീ പോ മോനെ, അല്ല നീ വാ മോനെ ദിനേശ. of his confidence this film became possible, and every single penny that could be spent on making the film has been spent on making the film. Mohanlal sir and myself, we have not taken a single rupee from this film. Fantastic. This is the width of comprehension you could. അതായത് ഈ സിനിമയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പണം മൊത്തം പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്. പ്രൊഡക്ഷന് വേണ്ടി ചിലവാക്കിയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വളരെ ഭീകരമായ ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും, ഇതാണ് പറയുന്നത്. അതായത് നമ്മളൊന്നും റെമ്യൂണറേഷനായിട്ട് ഒരുപാട് എടുത്തിട്ടില്ല, ഞങ്ങൾ ആരും ഒന്നുമേ എടുത്തിട്ടില്ലെന്നാണ് നമ്മുടെ പൃഥ്വിരാജ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമ്മൾ എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആ പടത്തിൻ്റെ ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന സാധനം തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ഇത്രയും നാളും പറഞ്ഞിരുന്നത്, ഒരു പടത്തിന് പൃഥ്വിരാജ് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മറ്റേ ഇലുമിനാറ്റി ആണല്ലോ, അപ്പോൾ ആ പടം പൊട്ടിയിരിക്കും. ബറോസിനെ വന്ന് തള്ളിക്കയറ്റി പൊട്ടി. അതുപോലെ തന്നെ പൃഥ്വിരാജ് ഒരു പടം നല്ലതെന്ന് പറഞ്ഞാൽ അത് 100-150% പൊട്ടിയിരിക്കും. പക്ഷേ പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ പടങ്ങളാണ്, ഇതുവരെ സ്വന്തം പടങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ലൂസിഫർ ഇറങ്ങിയപ്പോഴും ഒരു സാധാരണ പടമോനെ, ചെറിയൊരു പടമോനെ, കുഞ്ഞു പടമോനെ എന്ന് പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് അന്ന് വന്നത്, ഇന്നും വരുന്നത്. പക്ഷേ കേരളത്തിന് വെളിയിൽ പോകുമ്പോഴത്തേനും പുള്ളി ഇതൊരു ബ്രഹ്മാണ്ഡ സാധനമാണ്, ഇതൊരു കിടുക്കാച്ച സാധനമാണെന്ന് പറഞ്ഞു വെക്കും. കാരണം ഇവിടെ വന്നിട്ട് ഇതൊരു സാധാ പടം, കുഞ്ഞു പടം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾ കയറും. അവിടെ പോയിട്ട് ഹൈദരാബാദിൽ പോയിട്ട് ഇതൊരു കുഞ്ഞു പടം, ചെറിയ പടം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ പണി വെക്കാൻ പറയും. അപ്പോൾ അവിടെ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കണം. ആ എക്സ്പെക്റ്റേഷൻ കൊടുക്കലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ആയില്ലെങ്കിലാണ് എൻ്റെ പൊന്നളിയ അതിൻ്റെ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ പൃഥ്വിരാജ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം. ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട സാധനം കേട്ടോ, എനിക്ക് കേൾക്കാൻ പോകുന്നത്. Yes. What is the concept behind Emperor title design with 2 red letters? Some secrets we can't. Please tell us. I can't tell you. Like George Gutti in Drishyam, some secrets can never be told. അതായത് ചില സീക്രട്സ് പറയാൻ പറ്റില്ല. ചോദിച്ച ചോദ്യം എമ്പുരാൻ്റെ ടൈറ്റിൽ കാർഡിനകത്തുള്ള 2A മാത്രം ചുമപ്പ് നിറത്തിൽ കാണിച്ചത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ഇതെനിക്ക് മനസ്സിലായത് മറ്റേ സഹോദര സ്നേഹം, രക്തബന്ധം അല്ലെങ്കിൽ രക്തത്തിൻ്റെ കറ ചുവപ്പ് ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് ഡീകോഡ് ചെയ്യാൻ ബോധമുള്ള നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, എനിക്ക് ഈ ടൈറ്റിൽ കാർഡിനകത്ത് ഒരു തേങ്ങ മനസ്സിലായിട്ടില്ല. ഈ കുത്ത്, എം കുത്ത്, പി കുത്ത്, ആർ കുത്ത്, യു കുത്ത്, ആർ കുത്ത്, ഈ കുത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 2ൻ്റെ താഴോട്ടുള്ള ഇങ്ങനെയുള്ള വരി എന്താണെന്ന് മനസ്സിലായില്ല, ഇങ്ങനെയുള്ള വരി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ശരിക്കും എന്ത് സാധനമാണ് ഈ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാക്കത്തക്ക ബോധമുള്ള എൻ്റെ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങൾ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാം. സിനിമ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്നിവിടെ നോക്കും, നിങ്ങളിട്ട സാധനം തന്നെയാണോ പുള്ളിക്കാരൻ അവിടെ ചെയ്തു വെച്ചതെന്ന്. ഇനി ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയപ്പോഴത്തേനും ചാടി വീണ് ആൾക്കാർ ബുക്ക് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ ഈ സിനിമ കാണണമെന്ന് പ്രതീക്ഷിച്ചാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ ദുസ്സഹമായി മാറും. ഇതിലിപ്പോൾ എത്ര പേർക്ക് ടിക്കറ്റ് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ. ഞാനിവിടുന്ന് ടിക്കറ്റിൻ്റെ അടിച്ചപ്പോഴത്തേനും ബുക്കിംഗ് തീർന്നു. എൻ്റെ പെണ്ണുമ്പിള്ള അവിടുന്ന് നോക്കിയപ്പോഴത്തേനും അതും തീർന്നു. അപ്പോൾ നമുക്ക് ഈ സിനിമ ഒരു റെക്കോർഡ് സാധനമാണ് ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടുന്ന് ഇതൊരു റെക്കോർഡ് സാധനം, ഈ പടം കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്തൊരു സാധനം നമ്മുടെ നാട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിൽ അത് മലയാളികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പടമായിരിക്കും. വേൾഡ് വൈഡ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് ബുക്ക് മൈ ഷോയുടെ കിളിപാറിയ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് കേൾക്കാം. രാവിലെ 9 മണി പറഞ്ഞ പ്രകാരം എമ്പുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചിത്രം എവിടെ കാണണം, ഏത് സ്ക്രീനിൽ, ഏത് സീറ്റിൽ എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സെർച്ച് കീ സെറ്റ് ചെയ്ത് ബുക്ക് മൈ ഷോയിൽ കാത്തുനിന്ന് ആരാധകർ ഒന്ന് ഞെട്ടി. പിന്നെ കണക്ക് തെറ്റി. എവിടെയെങ്കിലും ഇരുന്നൊന്ന് കണ്ടാൽ മതി എന്നായി. എവിടെങ്കിലും ഇരുന്നോ, ഒന്ന് നിന്നെങ്കിലും കാണാൻ പറ്റിയാൽ മതി. ടിക്കറ്റ് എന്ന് പറയുന്ന സാധനമില്ല. ഞാനിത് ആദ്യത്തെ 1-2 ദിവസം നോക്കി, ടിക്കറ്റ് കിട്ടാനേ ഇല്ല, നമുക്ക് കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു വലിയ നേട്ടമാണ് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്, നിങ്ങളൊരു പോരാളിയെ മാറിയിരിക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ടിക്കറ്റ് ഒരാഴ്ചത്തേക്ക് നോക്കണ്ട, ഒരാഴ്ചത്തേക്ക് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണം, മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഒരാഴ്ചത്തേക്ക് പടം നന്നായിട്ട് ഓടും. ഈ പടത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പനയും തന്നെ മുടക്ക് മുതലെല്ലാം ഒരു മെജോറിറ്റി ഭാഗവും തിരിച്ച് കിട്ടിയിട്ടുണ്ടാവാം. ആദ്യ ഷോയിൽ ടിക്കറ്റ് ഇല്ല, ആദ്യ ദിനമില്ല, അടുത്ത ദിവസവും ടിക്കറ്റ് കിട്ടാനില്ല.
തരിച്ച് സ്തബ്ധമായി പോയത് ആരാധക കൂട്ടം മാത്രമല്ല, സാക്ഷാൽ ബുക്ക് മൈ ഷോ കൂടെയായിരുന്നു. ബുക്ക് മൈ ഷോയുടെ പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അമ്മാതിരി പോക്കാണ് പോയത്. ഈ സിനിമ മറ്റ് ചില സിനിമകളുടെ റെക്കോർഡിനെ അടിച്ച് തൂക്കി കളഞ്ഞിട്ടാണ് ഈ ടിക്കറ്റ് ബുക്കിങ്ങിൽ ഈ നേട്ടം കൈവരിച്ചത്. അത് കേൾക്കാം. ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് പ്രീ ബുക്കിംഗ്. 24 മണിക്കൂറിൽ വിറ്റുപോയത് 6,45,000 ടിക്കറ്റുകൾ. തകർത്തെറിഞ്ഞത് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായ കൽക്കിയുടെയും ജവാന്റെയും പുഷ്പയുടെയും റെക്കോർഡ്. എല്ലായിടത്തും ഒറ്റ പേര്, ഒറ്റ നായകൻ, മോഹൻലാൽ. നാടിഞരമ്പുകൾക്ക് ചൂട് കയറാൻ ആരാധകർക്ക് മറ്റെന്ത് വേണം? രോമാഞ്ചിഫിക്കേഷൻ കണ്ട ഉണ്ട്. അപ്പോൾ അതായത് ബേസിക്കലി നമ്മൾ ഇത്രയും നാൾ കണ്ടിരുന്നത് ഒരു സിനിമ വരുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ വരുമ്പോഴത്തേനും ആ പുഷ്പയുടെ ടിക്കറ്റ് താറുമാറ്, ആ ജവാൻ കിടുക്കാച്ചി, കൽക്കി മൊത്തം ബുക്ക് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമ ഇങ്ങനെ കയറിപ്പോയി ഓൾ ഇന്ത്യയിൽ ഹൈ ലെവലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ബുക്ക് മൈ ഷോ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള റെക്കോർഡ് ബ്രേക്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. യാലേട്ട കിടിലം. നമുക്കൊന്ന് ബാക്കിയാക്കാം. ഇൻഡസ്ട്രിയെ നിങ്ങൾ ചെറിയൊരു ഇൻഡസ്ട്രി എന്ന് വിളിച്ചു. പക്ഷെ നോക്കൂ, ഞങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന്. ഐമാക്സ് ചിത്രങ്ങൾ വരെ നിർമ്മിച്ചിരിക്കുകയാണെന്ന മോഹൻലാലിന്റെ വാക്കുകൾക്ക് മണിക്കൂറുകൾ കൊണ്ടാണ് ആരാധകർ പുത്തൻ ദൃഷ്ടാന്തം എഴുതി ആക്കം കൂട്ടിയത്. ദൃഷ്ടാന്തമോ? അതെന്തു സാധനം? ആരാധകർ പുതിയ ദൃഷ്ടാന്തം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പടത്തിനെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. പൊതുവേ നമ്മളിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ കണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പാർട്ട് 2കളൊക്കെ പൊട്ടാറാണ് പതിവ്. പക്ഷേ ഈ പടം ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യതയില്ല. കാരണം അതിനകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഭയങ്കരമായിട്ട് നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ സൂപ്പർ സാധനങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാം. ഏതായാലും ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിലായിട്ടില്ല. അതായത് ഇത് കണ്ടിട്ട് ഓ മൈ ഗാഡ്, ഇതെങ്ങനെയാണ് ഇത്രയും വലിയൊരു സാധനം ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ ഇതായിരിക്കാം ഇതിൻ്റെ കഥ എന്ന് ഗസ് ചെയ്യാൻ പോലും എനിക്കൊരു കണ്ടയും മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പടം കണ്ടിട്ട് വന്നിട്ട് നമുക്ക് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടിക്കറ്റ് കിട്ടിയവർ നിങ്ങളുടെ ആ ഒരു കഥയൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരെ